നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുച്ചിറപ്പള്ളിയിലേക്ക് ഏതാനും ചില റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് 2 പോസ്റ്റിലേക്കായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ആയിട്ട് മിനിസ്ട്രിയിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ടെക്നിക്കലിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ജോലിയൊക്കെ നോക്കുന്നവരാണ് എങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നോട്ടിഫിക്കേഷൻസ് നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ ചാനലൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ, ബിടെക്, ബികോം ഏത് ക്വാളിഫിക്കേഷൻ ആയാലും അതിനൊക്കെ പ്രത്യേക പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SLCയും +2 ഏതായാലും അവർക്കൊക്കെ പ്രത്യേകിച്ച് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 9/4/2024 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. എൻഗേജ്മെൻറ്റ് ഓഫ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനീസ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ടെമ്പററി ആയിട്ടുള്ള പോസ്റ്റാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി അതിലേക്ക് 5 ഒഴിവാണ്. മിനിസ്ട്രിയിലേക്കായിട്ട് 5 ഒഴിവാണുള്ളത്. അതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. എനി ഡിസിപ്ലിൻ ആയിട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ട് എങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്ലസ് നിങ്ങൾക്കൊരു MS ഓഫീസിൽ അതുപോലെ ടൈപ്പിംഗ് സ്പീഡ്, കമ്പ്യൂട്ടറിനെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡ്, അതായത് സ്പീഡിൻ്റെ ലിമിറ്റൊന്നും ഇതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡും അതുപോലെ കമ്പ്യൂട്ടർ നോളജും MS ഓഫീസൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 18 to 30 വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് വരുന്നത്. സാലറി പറയുന്നത് ആസ് പെർ മിനിമം വേജ് ഓഫ് ആക്ട് സ്കിൽഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി എമൗണ്ട് ആയിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. 2 പോസ്റ്റിലും അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പോസ്റ്റ് നോക്കുന്നത് ടെക്നിക്കലിലേക്കാണ് എങ്കിൽ അതുപോലെ 5 വേക്കൻസി തന്നെയാണ് അതിലേക്കും വന്നിരിക്കുന്നത്. BE അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഇക്വാലൻ്റ് വിത്ത് എ മിനിമം പെർസെൻറ്റേജ് ഓഫ് 65% മാർക്കോട് കൂടിയിട്ടുള്ള BTech അല്ലെങ്കിൽ BE ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഇതിലേക്ക് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊന്നെങ്കിൽ 65% മാർക്ക് അല്ലെങ്കിൽ CGPA ആണ് എങ്കിൽ 6.5 ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ഇതിലും സെയിം ആയിട്ട് തന്നെയാണ് നോളജ് ഉണ്ടായിരിക്കണം. അതായത് പ്രോഗ്രാമിംഗ് ആൻഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിലൊക്കെയുള്ള നോളജും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 to 30 തന്നെയാണ് ഇതിൻ്റെയും ഏജ് ലിമിറ്റായിട്ട് വരുന്നത്. നിങ്ങൾക്ക് റൈറ്റിംഗ് ടെസ്റ്റ് അതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി 25/4/2024 വരെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ www.nitt.edu എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഡേറ്റ്, അതായത് പബ്ലിഷ് ചെയ്ത് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത് 9/4/2024 ലാസ്റ്റ് ഡേറ്റ് 25/4/2024. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ നിങ്ങളെ മെയിലിലൂടെയോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.